കണ്ടത് 5 മാസം കഴിഞ്ഞു. 5 മാസം കഴിഞ്ഞൊരു കുഞ്ഞ് വരികയായിരുന്നു. 5 മാസം കഴിഞ്ഞൊരു കുഞ്ഞിനെ കൊണ്ട് VS കാണാൻ രക്ഷകർത്താക്കൾ വന്നതാണ്. അങ്ങനെ മക്കളെ വയനാട്ടിൽ അങ്ങനെ പുതിയതായിട്ട് കണ്ടു, സഖാവിനെ കണ്ടു. ലാൽ സലാം പറഞ്ഞു, മരിക്കില്ല മരിക്കില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവേ, ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവേ, മരിക്കില്ല മരിക്കില്ല. ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവേ, മരിക്കില്ല മരിക്കില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. മുദ്രാവാക്യമായി കുറേയധികം ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞത് 5 മാസം പ്രായമായ ഒരു കുഞ്ഞിനെ കൊണ്ട് അച്ഛനും അമ്മയും VS കാണാൻ വന്നവരാണ്. അങ്ങനെ മക്കളെ കയ്യിലെടുത്തുകൊണ്ട് ഒക്കത്തെടുത്തുകൊണ്ടുള്ള കുറേയധികം അമ്മമാരെ നമ്മൾ രാവിലെ മുതലല്ല, ഇന്നലെ ദർബാർ ഹാൾ മുതൽ നമ്മൾ കാണുന്നുണ്ട്. അനുജ ഇപ്പോഴും അങ്ങനെ ഒഴുകുകയാണ്. അങ്ങനെ VS കാണുന്ന ആ സ്നേഹത്തിന്റെ എന്താണ് ആ സ്നേഹസാഗരം, VS കാണാനുള്ള VS-നോടുള്ള സ്നേഹം കൊണ്ടുള്ള ആർദ്രസാഗരം അങ്ങോട്ടേക്ക് ഒഴുകുകയാണ്. ഇനിയിപ്പോ ആ ക്യൂവിന്റെ എനിക്ക് തോന്നുന്നു ആ ക്യൂ കഴിഞ്ഞിരിക്കുന്നു. അനുജ ഇവിടുത്തെ പൊതുദർശനം ഏതാണ്ട് കഴിയാനുള്ള സമയമാകുന്നു തോന്നുന്നു. നീളൻ ക്യൂ ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. ഇനിയിപ്പോ ബാക്കിയുള്ളവർക്ക് ക്യൂ കഴിഞ്ഞു എന്ന് അറിയാൻ കഴിയുന്നു അനുജ. അപ്പൊ ഇനി ബാക്കിയുള്ളവർക്ക് അവിടെ അപ്പുറത്തെ പൊതുദർശന വേദിയിൽ വളരെ വിശാലമായി തന്നെ ഇനി ബാക്കിയുള്ളവർക്ക് നേരത്തെ കാണാൻ കഴിയാത്തവർക്ക് കാണാവുന്നതാണ്. എന്തായാലും എന്തായാലും ആദ്യഘട്ടത്തിൽ നേരത്തെ ഇനി ക്യൂവിൽ പുതിയതായി ആളുകൾ ചേരേണ്ടതില്ല എന്ന് കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. മാത്രമല്ല അവിടുത്തെ അടുത്ത റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് പോകുന്ന അവിടുത്തെ പൊതുദർശനത്തിൽ കൂടുതൽ ആളുകൾക്ക് കാണാൻ കഴിയുമെന്ന പ്രതീക്ഷ അടക്കം ഇവിടെ മുന്നോട്ടേക്ക് വെച്ചിരുന്നു. എന്തായാലും കഴിയുന്നു. എന്തായാലും ഇവിടുത്തെ പൊതുദർശനം VS-ന്റെ പുന്നപ്പറയിലെ വീട്ടിലെ പൊതുദർശനം ഏതാണ്ട് പൂർത്തിയാകുന്നു എന്ന് അവിടെ മനസ്സിലാക്കാൻ. അവിടുത്തെ അവസാന ആൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടുന്ന് എന്തൊരു ക്യൂ ആയിരുന്നു അനുജ. നമ്മളിവിടെ വരുമ്പോൾ കാണുന്നത് എത്രമാത്രം വലിയ ക്യൂ ആയിരുന്നു. കൃത്യമായും ഇവിടുത്തെ റെഡ് വോളണ്ടിയർമാരെയും ഇവിടുത്തെ പോലീസുകാരെയും അഭിനന്ദിച്ചേ മതിയാവുകയുള്ളൂ. കാര്യം അത്രത്തോളം വലിയ ജനക്കൂട്ടത്തെ വളരെ കൃത്യമായി തന്നെ നിയന്ത്രിച്ച് വളരെ കൃത്യമായി തന്നെ അങ്ങോട്ടേക്ക് എത്തിച്ച് അവിടെ ക്യൂവിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു സമയം വരെ ഉണ്ടായിരുന്ന ആ ക്യൂവിലുണ്ടായിരുന്ന ഒരാൾക്ക് പോലും VS കാണാനുള്ള അവസരം നിഷേധിക്കാതെ എല്ലാവരെയും കൃത്യമായി അകത്തേക്ക് കൊണ്ടുപോയി തിരികെ ഏതെങ്കിലും തരത്തിൽ ഒരു അനിഷ്ട സംഭവങ്ങളുണ്ടായ കാര്യം അത്രത്തോളം വലിയ തിക്കും തിരക്കുമായിരുന്നു, വലിയ തിരക്കായിരുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതെ എല്ലാ VS-നെയും AKGക്ക് ശേഷം EK നായനാർക്ക് ശേഷം ഏറ്റവും കൂടുതൽ ജനം പങ്കെടുത്ത ഒരു ഭരണം, ഏറ്റവും കൂടുതൽ ജനം പങ്കെടുത്ത് AKGക്ക് ശേഷം EK നായനാർക്ക് ശേഷം ഏറ്റവും കൂടുതൽ ജനം പങ്കെടുത്ത ഒരു സമര നായകൻ ഞങ്ങളെ വിട്ട് പോവുക. ഞങ്ങൾക്ക് ആരുമില്ല എന്ന് പറയത്തില്ല. പാർട്ടിയുണ്ട്. ഇല്ലെങ്കിൽ തീരാ നഷ്ടമാണ്. ഞങ്ങളുടെ സഖാവ് പോയി. ഇനി ഞങ്ങളുടെ പാർട്ടിയുണ്ട്. പാർട്ടിയിൽ നല്ല നേതാക്കന്മാരുണ്ടെങ്കിൽ VS-നെ പിന്തുടർന്ന് ചെയ്യണം. അപ്പൊ അങ്ങനെ വൈകാരികമായി തന്നെ ഇപ്പോഴും നിൽക്കുകയാണ് അനുജ. അങ്ങനെ വൈകാരികമായി തന്നെ കരയുന്ന കുറേയധികം തേങ്ങുന്ന നമ്മളോട് കാര്യമായി തന്നെ സംസാരിക്കുമ്പോഴേക്കും തേങ്ങുന്ന കുറേയധികം മനുഷ്യന്മാരെ നമ്മൾ കാണുന്നുണ്ട്. അതിലൊരു ചേട്ടനാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. അദ്ദേഹം അങ്ങോട്ട് VS-നെ കാണാൻ പോകുമ്പോഴും ഒക്കെ കരച്ചിലാണ്. അപ്പോൾ എന്തായാലും ഇവിടെ പൊതുദർശനം പൂർത്തിയായി. ഇനിയിപ്പോൾ VS-ന്റെ ഭൗതിക ദേഹം അങ്ങോട്ടേക്ക് DC ഓഫീസിൽ കൊണ്ടുപോകാനും അവിടെ നിന്ന് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കത്തിന് DC ഓഫീസിൽ കാര്യമായ പൊതുദർശനമില്ല, നേരത്തെ തന്നെ പറഞ്ഞതാണ്. പക്ഷേ അങ്ങനെ പൊതുദർശനമില്ല എന്ന് പറഞ്ഞിട്ടും DC ഓഫീസിന്റെ മുന്നിലേക്ക് കുറേയധികം ആളുകൾ അവിടെ തടിച്ചുകൂടി ഇപ്പോഴേ നിൽക്കുന്നുണ്ട് എന്നാണ് അവിടെ നമ്മുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടർമാർ നമ്മളോട് പറയുന്നത്. അതുമാത്രമല്ല ഈ പറഞ്ഞ റിക്രിയേഷൻ ഗ്രൗണ്ടിലടക്കം അങ്ങനെ കൂടുതൽ ആളുകൾ കൂടി നിൽക്കുന്നു. അങ്ങനെ എല്ലാ സ്ഥലങ്ങളും ഈ പറയുന്ന പൊതുദർശനമുണ്ട് എന്ന സൂചനയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോഴും ലക്ഷക്കണക്കിനായ മനുഷ്യർ, ആയിരക്കണക്കിനായ മനുഷ്യർ അങ്ങനെ VS അവരുടെ പ്രിയപ്പെട്ട നേതാവിനെ, സമരസഖാവിനെ ഒരു നോക്ക് കാണാൻ അങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. എന്തായാലും ഇവിടുത്തെ പൊതുദർശനം വളരെ പണിപ്പെട്ട എന്ന വാക്കിന് ഉപയോഗിക്കാനുള്ള കാരണം അത്രത്തോളം വേഗതയിൽ, അത്രത്തോളം നീളത്തിൽ ആ ക്യൂവിനെ നിയന്ത്രിച്ചുകൊണ്ടാണ്. നമ്മൾ നേരത്തെ പറയുന്നത് റെഡ് വോളണ്ടിയർമാരുടെയും പോലീസിന്റെയും ഒക്കെ അക്ഷീണമായ പ്രയത്നത്തിലൂടെ അങ്ങനെ സാഹസപ്പെട്ട് കഷ്ടപ്പെട്ടാണ് ആ ക്യൂവിനെ നിയന്ത്രിച്ച് വളരെ വേഗതയിൽ ഈ സമയം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ആ ഇടപെടൽ ഉണ്ടാവുന്നില്ലെങ്കിൽ ഒരുപക്ഷെ
4 മണിയോ 5 മണിയോ 6 മണിയോ വരെ ഒക്കെ നീണ്ട ക്യൂ ഇതിനോടകം തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല ആ ക്യൂവിൻ്റെ ആ ടേലിൽ കൂടുതൽ ആളുകൾ ഇനി ജോയിൻ ചെയ്യരുതെന്ന അഭ്യർത്ഥന ഇവിടുത്തെ നേതൃത്വം നടത്തി. അതിന് പ്രകാരം അങ്ങനെ ക്യൂവിൽ ബാക്കിയുള്ള ആളുകൾ റിക്രേഷൻ ഗ്രൗണ്ടിലേക്ക് പോവുകയും ആ ക്യൂവിലുള്ള ആളുകളെ പരമാവധി കാണിച്ചുകൊണ്ട് പൊതുദർശനം ഇവിടെ പൂർണ്ണമാവുകയും ചെയ്തു. അല്ലെ, ഇത് പൂർണ്ണമായി DC കൊണ്ടുപോയി അല്ലേ? VS പ്രത്യയശാസ്ത്രപരമായ എല്ലാ കാര്യങ്ങളിലും ഉറച്ചു നിൽക്കുമ്പോഴും സാധാരണ മനുഷ്യൻ പറയാൻ ആഗ്രഹിക്കുന്നതെല്ലാം ഓരോ ദിവസവും ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ് VSനെ VS ആക്കിയത്. സാധാരണക്കാരായ ഓരോ മനുഷ്യരും എന്താണോ ഓരോ ദിവസവും പറയാൻ ആഗ്രഹിച്ചത് അത് ഓരോ ദിവസവും സഖാവ് കേരളത്തിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. നമ്മുടെ ശബ്ദമായി ഓരോ വീട്ടുകാരുടെയും ശബ്ദമായിരുന്നു.